Good morning, students. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് about column bases. അപ്പോൾ column bases എന്ന് പറഞ്ഞാൽ these are members or structures which are provided below the steel columns. Okay, എന്തിനാണ്? To transfer the load from the column to the foundation below. കോളത്തിലുണ്ടാകുന്ന ലോഡ് ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെമ്പേഴ്സിനെയാണ് കോളം ബേസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സപ്പോസ് നമ്മൾ ഈ കോളം ബേസ് കൊടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആ കോളം സെക്ഷൻ ഡയറക്റ്റ്ലി നമ്മുടെ ഫൗണ്ടേഷൻ്റെ മുകളിലാണ് അല്ലേ. അപ്പോൾ ഈ കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ ഇപ്പം ചിലപ്പോൾ ഐ സെക്ഷൻ കോളം ആയിരിക്കാം, അല്ലെങ്കിൽ ചാനൽ സെക്ഷൻ കോളം ആയിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അവിടെ ഉണ്ടാകുന്ന ഒരു കോൺടാക്ട് സർഫസ് അല്ലെങ്കിൽ ബിയറിംഗ് സർഫസ് വളരെ കുറവാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ബിയറിംഗ് സർഫസ് ഏരിയ കുറവായതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ബിയറിംഗ് പ്രഷർ വിൽ ബി വെരി മച്ച്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഹൈ. ഓക്കെ, ബിയറിംഗ് പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഉണ്ടാകുന്ന ബിയറിംഗ് പ്രഷർ നമ്മുടെ ഫൗണ്ടേഷൻ്റെ ബിയറിംഗ് സ്ട്രെങ്ത്തിനേക്കാൾ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഫെയിലർ ഉണ്ടാവാം അല്ലേ. അപ്പോൾ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് വി ആർ പ്രൊവൈഡിങ് കോളം ബേസസ്. ഓക്കെ, ഈ കോളം ബേസിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടു ഇൻക്രീസ് ദ ബിയറിംഗ് സർഫസ് ഓഫ് ദി കോളം, അല്ലെങ്കിൽ ടു ഇൻക്രീസ് ദ ബിയറിംഗ് ഏരിയ ഓഫ് ദ കോളം. അപ്പോൾ ഇതിൽ ഒരു കോളം ബേസിൽ ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ട്. ആ മെമ്പേഴ്സിലൂടെ ലോഡ് ഒരു വൈഡർ ഏരിയയിൽ കൂടെ താഴേക്ക് ട്രാൻസ്ഫർ ആയി പോകും. ഓക്കെ, അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. കോളം ബേസസ് transmit the column load to the concrete or masonry foundation blocks. The column base spread the load on a wider area so that the intensity of bearing pressure on the foundation is within the bearing strength. Okay. Base plate assist in reducing the intensity of loading. Base plate എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോളം ബേസിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ that base plate will assist in reducing the intensity of loading and distributing it over the foundation. Okay. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന കോളം ബേസ് മെയിൻലി 2 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എ സ്ലാബ് ബേസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് എ ഗസറ്റഡ് ബേസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സ്ലാബ് ബേസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്ലാബ് ബേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ്, അല്ലെങ്കിൽ ആ കോളത്തിലുണ്ടാകുന്ന ലോഡ് ചെറിയ ലോഡാണെങ്കിൽ when it is smaller loads in the column we will use slab base. Okay, അപ്പോൾ ഇതിൽ കോളം ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ബേസ് പ്ലേറ്റ് ത്രൂ ദ ക്ലീറ്റ് ആംഗിൾസ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫിഗർ കാണാം. ആ ഫിഗറിൽ ഇതൊരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. അപ്പോൾ ഇതിൽ എന്ത് കാണാം? ഒരു കോളം സെക്ഷൻ കാണുന്നുണ്ട്. ആ കോളത്തിൻ്റെ താഴെയായിട്ടൊരു ബേസ് പ്ലേറ്റ് കാണുന്നുണ്ട്. ഇതൊരു ഐ സെക്ഷൻ കോളമാണ്. ഓക്കെ, ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഐ സെക്ഷനാണ്. ഫ്രണ്ട് വ്യൂ എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ക്രോസ് സെക്ഷനിൽ കാണുമ്പോൾ ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഈ കോളത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഫ്ലാഞ്ചസ് ഉണ്ട് അല്ലേ. ഐ സെക്ഷൻ്റെ രണ്ട് സൈഡിലായിട്ട് ഫ്ലാഞ്ചസ് ഉണ്ട്. ആ ഫ്ലാഞ്ചസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആംഗിൾസ് കണക്ട് ചെയ്യും. ക്ലീറ്റ് ആംഗിൾ എന്നാണ് അതിനെ പറയുന്നത്. ക്ലീറ്റ് ആംഗിൾസ് ആർ പ്രൊവൈഡഡ് ടു സപ്പോർട്ട് ദ കോളം ടു ദ ബേസ് പ്ലേറ്റ്. ഓക്കെ, ഈ ക്ലീറ്റ് ആംഗിൾ അങ്ങനെ ലോഡ് ട്രാൻസ്ഫർ ഒന്നും അധികം നടക്കുന്നില്ല. അത് ജസ്റ്റ് ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ സപ്പോർട്ട് ഫോർ ദ കോളം ടു ദ ബേസ് പ്ലേറ്റ് ആൻഡ് ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ക്ലീറ്റ് ആംഗിളും കോളവും ബേസ് പ്ലേറ്റും. അപ്പോൾ അതിൻ്റെ വേറൊരു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടൊരു ഫിഗർ നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് കാണുന്നുണ്ട് അല്ലേ, ഒരു ഐ സെക്ഷൻ കോളമാണ്. ആ കോളത്തിന് താഴെയായിട്ടൊരു ബേസ് പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, ആ ബേസ് പ്ലേറ്റിലേക്ക് നമ്മുടെ കോളം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ക്ലീറ്റ് ആംഗിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കൂടാതെ മറ്റൊരു ടൈപ്പ് ഓഫ് ആംഗിൾ ഉണ്ട്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിൽ ഈ വെബ് കാണുന്നുണ്ടല്ലോ, നമ്മൾ ഐ സെക്ഷനിൽ വെബ് ഉണ്ട്. ആ വെബിന്ന് ബേസ് പ്ലേറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ട്. അതിന് വെബ് ക്ലീറ്റ് എന്ന് പറയും. ഓക്കെ, അതിവിടെ ഈ ഫിഗറിൽ കാണിച്ചിട്ടില്ല. ഈ അടുത്ത മറ്റേ ഫിഗറിൽ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ക്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ വെബ് ക്ലീറ്റ് എന്ന് പറയും. ഓക്കെ, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് നമ്മൾ മെൻഷൻ ചെയ്തിട്ട് ഡിസൈൻ പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തിട്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ക്ലീറ്റ് ആംഗിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് നമുക്ക് നമ്മുടെ കോളം ബേസ് പ്ലേറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത് ബോൾട്ടഡ് കണക്ഷൻ വെച്ചിട്ടാണെങ്കിൽ നമ്മളവിടെ ക്ലീറ്റ് ആംഗിൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു ക്ലീറ്റ് ആംഗിളിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോളത്തിന് ബേസ് പ്ലേറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ തന്ന കണ്ടീഷൻ, മെയിൻ ക്വസ്റ്റ്യനിൽ പറയുന്ന കണ്ടീഷൻ കണക്ട് ദ കോളം
യൂസിങ് ബോൾട്ടഡ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ വി ഷുഡ് പ്രൊവൈഡ് ക്ലീറ്റ് ആംഗിൾസ്. ഓക്കെ, അതല്ല സപ്പോസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് വെൽഡഡ് കണക്ഷൻ വെച്ച് ചെയ്താൽ മതി എന്നാണെങ്കിൽ അവിടെ ക്ലീറ്റ് ആംഗിളിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ ഈ ക്രോസ് സെക്ഷന് ചുറ്റും വെൽഡ് ചെയ്താൽ മാത്രം മതി ബേസ് പ്ലേറ്റിലേക്ക്. ഓക്കെ, അവിടെ ക്ലീറ്റ് ആംഗിളിൻ്റെ ആവശ്യമില്ല. അതാണ് സംഭവം. അപ്പോൾ ഇതിലെന്താ പറയുന്നത്, സ്ലാബ് ബേസിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കോളംസ് ക്യാരിങ് സ്മോളർ ലോഡ്സ് ആൻഡ് ദ കോളം ഇസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ബേസ് പ്ലേറ്റ് ത്രൂ ക്ലീറ്റ് ആംഗിൾസ് എന്നാണ് അവിടെ സീറ്റ് നല്ലത്, ക്ലീറ്റ് എന്നാണ്. ഓക്കെ, ആൻഡ് ദ ലോഡ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ബേസ് പ്ലേറ്റ് ത്രൂ ബിയറിംഗ് ആക്ഷൻ. ഓക്കെ, ബിയറിംഗ് ആക്ഷനിൽ കൂടെയാണ് ലോഡ് ട്രാൻസ്ഫർ നടക്കുന്നത്. പിന്നെ അത് ബിയറിംഗ് ആക്ഷൻ നടക്കുന്നത് നമ്മുടെ ബോൾട്ടിലെ കൂടെ, കണക്ട് ചെയ്യുന്ന ബോൾട്ടിലെ കൂടെ ബിയറിംഗ് നടക്കും. അതിലൂടെ എന്ത് നടക്കും, ലോഡ് ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, അടുത്ത രണ്ടാമത്താണ് ഗസറ്റഡ് ബേസ്. ഗസറ്റഡ് ബേസ് എന്ന് പറഞ്ഞാൽ ഫോർ കോളംസ് ക്യാരിങ് ഹെവി ലോഡ്സ്, ഹെവിയർ ലോഡ്സ് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗസറ്റഡ് ബേസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളെ മുമ്പ് പറഞ്ഞ ബേസ് പ്ലേറ്റും അതുപോലെ ക്ലീറ്റ് ആംഗിളിൻ്റെയും കൂടെ ഒരു ഗസറ്റഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ഗസറ്റ് പ്ലേറ്റ് കൂടി ഉണ്ടാവും. ഓക്കെ, ഒരു ലാർജ് ട്രപ്പിസോഡൽ സെക്ഷനോ റെക്റ്റാങ്കിൾ സെക്ഷനോ ആയിട്ടുള്ള ഗസറ്റ് പ്ലേറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ നോക്കാം, ഈ ഫിഗറിൽ കാണുന്നുണ്ട്. അപ്പോൾ താഴെയുള്ള ഫൗണ്ടേഷന് മുകളിലായിട്ട് ബേസ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ബേസ് പ്ലേറ്റിന് മുകളിൽ നമ്മുടെ ഐ സെക്ഷൻ കോളം ഉണ്ട് അല്ല. അപ്പോൾ ഈ കോളത്തിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ക്ലീറ്റ് ആംഗിൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫ്ലാഞ്ചുമായിട്ട് ഡയറക്റ്റ് കണക്ട് ആയിട്ടുള്ളത് ഒരു ഗസറ്റ് പ്ലേറ്റ് ആണ്. ഓക്കെ, രണ്ട് സൈഡിലും ഗസറ്റ് പ്ലേറ്റ് കാണുന്നുണ്ട്. ആ ഗസറ്റ് പ്ലേറ്റിൻ്റെ പുറത്തായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്ലീറ്റ് ആംഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഗസറ്റ് പ്ലേറ്റിനും പുറത്തായിട്ടാണ് ക്ലീറ്റ് ആംഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിപ്പം ഗസറ്റ് ആംഗിൾ എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഗസറ്റഡ് ബേസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ലോഡ് ഈസ് ട്രാൻസ്ഫർ ടു ദ ബേസ് പ്ലേറ്റ് പാർട്ട്ലി ത്രൂ ബിയറിംഗ് ആൻഡ് പാർട്ട്ലി ത്രൂ ദ ഗസറ്റ്സ്. താഴെ ബിയറിംഗ് ആക്ഷനിലെ കൂടിയും ലോഡിങ് പോവും, അതുപോലെ ഗസറ്റിലെ കൂടിയും ഗസറ്റ് പ്ലേറ്റിലെ കൂടിയും ലോഡ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഇതതിൻ്റെ ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇതിൽ ഒരുപാട് ബോൾസ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കോളമാണ്. കോളത്തിന് പുറത്തായിട്ട് എന്തുണ്ട്, ഗസറ്റ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഗസറ്റ് പ്ലേറ്റിന് താഴെയായിട്ട് അല്ലെങ്കിൽ ഗസറ്റ് പ്ലേറ്റിന് പാരലായിട്ട് ഇത് മുട്ടിക്കൊണ്ട് ഇവിടെ എന്തുണ്ട്, ഒരു ആംഗിളും കൂടിയുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ കണക്ഷനിൽ ഇതെല്ലാം കൂടെ വന്നു. ഈ മുകളിൽ കാണുന്ന കണക്ഷൻസ് ഏതാണ്, ഗസറ്റ് പ്ലേറ്റിൽ നിന്ന് നമ്മുടെ കോളത്തിലേക്കുള്ളത്. പിന്നെ ഈ സൈഡിൽ കാണുന്നത് ഈ കാണുന്ന കണക്ഷൻസ് ഏതാണ്, ആംഗിളിൽ നിന്ന് ഗസറ്റിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നടുക്ക് കാണുന്നത് ആംഗിളും ഗസറ്റും അതുപോലെ കോളത്തിലേക്കും മൂന്നിനും കൂടെയുള്ള കണക്ഷനാണ് നടുക്ക് കാണുന്നത്. അതുകൂടാതെ അതിന് താഴത്തെ ബേസ് പ്ലേറ്റിലേക്ക് ഉള്ള കണക്ഷൻ കൂടി ഉണ്ടാവും. ഓക്കെ, അവിടെ കാണുന്നല്ലേ, ബേസ് പ്ലേറ്റിലേക്കും കണക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, താഴേക്ക്. അപ്പോൾ അതാണ് മൊത്തത്തിലുള്ള കണക്ഷൻസ്. കാണുന്നുണ്ടല്ലോ, മൊത്തം കണക്ഷൻസും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ഓഫ് എ സ്ലാബ് ബേസ്. സ്ലാബ് ബേസിൽ എന്താണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ സ്ലാബ് ബേസ് ആയാലും ഗസറ്റഡ് ബേസ് ആണെങ്കിലും നമുക്ക് മെയിനായിട്ട് ഡിസൈൻ ചെയ്യാനുള്ളത് ഡയമെൻഷൻസ് ഓഫ് ദി ബേസ് പ്ലേറ്റ് ആണ് നമുക്ക് മെയിനായിട്ട് കണ്ടുപിടിക്കാനുള്ളത്. ബേസ് പ്ലേറ്റിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, അതുപോലെ തിക്നെസ്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും ഡിസൈൻ സ്റ്റെപ്സ് നോക്കാം. ചെറിയ വ്യത്യാസം ഉണ്ടാവും. സ്ലാബ് ബേസ് ആണെങ്കിലും ഗസറ്റഡ് ബേസ് ആണെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതിൽ സ്ലാബ് ബേസ് പെട്ടെന്ന് തീരുന്നതാണ്, ചെറുതാണ്. ഗസറ്റഡ് ബേസ് കുറച്ചുകൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിലെ സ്റ്റെപ്സ് നോക്കാം. സ്ലാബ് ബേസ് ആണെങ്കിൽ എന്താണ്, ഡിസൈൻ ഓഫ് എ സ്ലാബ് ബേസ് കൺസിസ്റ്റ് ഇൻ ഫൈൻഡിങ് ദ സൈസ് ആൻഡ് തിക്നെസ് ഓഫ് ദി സ്ലാബ് ബേസ്. ഓക്കെ, അതുപോലെ in this procedure it is assumed that the pressure is distributed uniformly under the slab base. സ്ലാബ് ബേസിന്
അടിയിലായിട്ട് ഉണ്ടാകുന്ന ആ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ, ഓക്കെ, ബിയറിംഗ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. ആ അസംഷൻ വെച്ചിട്ടാണ് ഡിസൈൻ പ്രൊസീജിയേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ സ്റ്റെപ്സ് എന്താണ്? സൈസ് കണ്ടുപിടിക്കും. സ്ലാബ് ബേസിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ്. ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് ഫൈൻഡ് ദ ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് കണ്ടുപിടിക്കാം യൂസിങ് ദ ഇക്വേഷൻ. ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു 0.45 FCK. അത് കോഡിലുണ്ട്. ക്ലോസ് 7.4 അതുണ്ടാവും. അത് നോക്കിയാൽ നമ്മുടെ കോളം ബേസിനെ കുറിച്ചെല്ലാം പറയുന്നത് ഈ ക്ലോസ് 7.4 അപ്പോൾ ഇതിൽ കോൺക്രീറ്റിൻ്റെ എന്താണ് ബിയറിംഗ് സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട് 0.45 FCK. ഓക്കെ, അപ്പോൾ ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം we'll find the required area of base plate. Required area of base plate is equal to factored load divided by bearing strength of concrete. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ഏരിയ ആവശ്യമുള്ളത്, റിക്വയർഡ് ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ബേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, അതുപോലെ തിക്നെസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ ബേസ് പ്ലേറ്റിൽ നമ്മളിപ്പോൾ നമ്മുടെ കോളം സെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്തേക്ക് ഉണ്ടാകുന്ന പ്രൊജക്ഷൻസ്, ഇപ്പോൾ രണ്ട് സൈഡിലും പ്രൊജക്ഷൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പ്രൊജക്ഷൻസ് ഷുഡ് ബി ഓൾവേസ് ഈക്വൽ ആസ് ഫാർ ആസ് പോസിബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, സെലക്ട് ദ സൈസ് ഓഫ് ദ ബേസ് പ്ലേറ്റ് സച്ച് ദാറ്റ് ദ പ്രൊജക്ഷൻസ് എ ആൻഡ് ബി ഈസ് ഈക്വൽ. ഓക്കെ, അപ്പോൾ നമ്മൾ സൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വി ക്യാൻ ഫൈൻഡ് ദ ആക്ച്വൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഓൺ ദ പ്ലേറ്റ്. ഓക്കെ, അതായത് നമുക്ക് ഇപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഫാക്ടേർഡ് ലോഡ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഏരിയ ഓഫ് ബേസ് പ്ലേറ്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി ഏരിയ ഓഫ് ബേസ് പ്ലേറ്റ് സൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത്തും വിഡ്ത്തും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ ആ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഫാക്ടേർഡ് ലോഡിനെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്ച്വൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ബിലോ ദ ബേസ് പ്ലേറ്റ് കിട്ടും. ഓക്കെ, നമ്മളെ കോൺക്രീറ്റ് ഫൗണ്ടേഷനിൽ നിന്ന് മുകളിലേക്ക് ഉണ്ടാകുന്ന ആ പ്രഷർ ഇൻറ്റൻസിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ആ W വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി വിൽ ഫിക്സ് ദ തിക്നെസ് റിക്വയർഡ് തിക്നെസ് ഓഫ് ബേസ് പ്ലേറ്റ്. അപ്പോൾ അതിൻ്റെ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ IS 800 ക്ലോസ് 7.4.3.1 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ W നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ. എയും ബിയും എന്താണ്? പ്രൊജക്ഷൻസ് ആണ് അല്ലേ? രണ്ട് സൈഡിലുണ്ടാകുന്ന പ്രൊജക്ഷൻസ് ആണ്. ഗാമ M0 Fy. ഓക്കെ, അതുപോലെ ഇക്വേഷനിൽ പറയുന്നുണ്ട് നമ്മൾ കണ്ടുപിടിച്ച തിക്നെസ് ഓഫ് ബേസ് പ്ലേറ്റ് ഷുഡ് ബി ഓൾവേസ് മോർ ദാൻ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ഓഫ് ദി കോളം സെക്ഷൻ. കോളം സെക്ഷൻ്റെ ഫ്ലാഞ്ച് തിക്നെസ്സിനേക്കാളും കൂടുതലായിരിക്കണം നമ്മുടെ തിക്നെസ് ഓഫ് കോളം ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം കണക്ഷൻസ് കൊടുക്കുക. അപ്പോൾ കണക്ഷൻസ് കൊടുക്കുന്നതിന് ആദ്യം കണക്ട് ബേസ് പ്ലേറ്റ് ടു ദ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് യൂസിങ് 4 20 mm dia bolts and 300 mm long anchor bolts. 20 mm dia and 300 mm long anchor bolts. ഓക്കെ, നമ്മൾ കോളം ബേസ് പ്ലേറ്റ് നിന്ന് താഴെ ഫൗണ്ടേഷനിലേക്ക് കൊടുക്കുന്ന ബോൾട്സ് എന്ന് പറയുന്നത് 20 mm ഡയമീറ്ററും 300 mm ലോങ്ങും ആയിട്ടുള്ള ആങ്കർ ബോൾസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു ഡിസൈൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്, അത് കൊടുത്താൽ മതി. ഓക്കെ, 4 എണ്ണം കൊടുക്കാം. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ കോളം നമ്മളെ ബേസ് പ്ലേറ്റ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടത് എന്തിനെ കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പം ബോൾഡ് കണക്ഷൻ വെച്ച് കൊടുത്തിട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ വെൽഡ് കണക്ഷൻ ആയിരിക്കാം. അപ്പം ബോൾഡ് കണക്ഷനാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മൾ ഫസ്റ്റ് കേസ് എടുക്കാം. അതായത് ഇഫ് ബോൾട്ടഡ് കണക്ഷൻ ഈസ് ടു ബി യൂസ്ഡ് ഫോർ കണക്ടിങ് ദ കോളം ടു ബേസ് പ്ലേറ്റ് then use 2 ISA 65/65/6 mm. ഓക്കെ, 2 ISA
എന്താണ് അത് ക്ലീറ്റ് ആംഗിൾസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അത് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത് 20 mm ബോൾസ്. 20 mm ബോൾസ് യൂസ് ചെയ്തിട്ട് ക്ലീറ്റ് ആംഗിൾസ് കോളത്തിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ പിന്നെന്താണ്, ഇഫ് വെൽഡ് ഈസ് ടു ബി യൂസ്ഡ് ഫോർ കണക്റ്റിംഗ് കോളം ടു ദ ബേസ്, വെൽഡാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ വെൽഡ്, ഹൗ മച്ച് ടു ബി പ്രൊവൈഡഡ്. ചെക്ക് ചെയ്യാം നമ്മുടെ വെൽഡിൻ്റെ സ്ട്രെങ്ത്തും അതും വെച്ചിട്ട് എത്രയാണ് റിക്വയർഡ് ലെങ്ത് ഓഫ് വെൽഡും എത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് കണക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ എ സ്ലാബ് ബേസ് ഫോർ എ കോളം ISHB 300 at 577 Newton per meter carrying an axial factored load of 1000 kilonewton. Okay, M20 concrete is used for the foundation. Provide welded connection between column and base plate. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ആക്സിയൽ ഫാക്റ്റഡ് ലോഡ് തന്നിട്ടുണ്ട് 1000 kilonewton ആണ്. പിന്നെ ISHB 300 ആണ് നമ്മുടെ കോളം സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു യൂണിറ്റ് വെയിറ്റും തന്നിട്ടുണ്ട് 577 Newton per meter. അപ്പോൾ അത് നമ്മൾ നമ്മുടെ സ്റ്റീൽ ടേബിളിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ISHB 300 തന്നെ 2 യൂണിറ്റ് വെയിറ്റ്സ് വരുന്നുണ്ട് അല്ലേ? ഏതെല്ലാം? 558.8 കിലോഗ്രാം പെർ മീറ്ററും 63 കിലോഗ്രാം പെർ മീറ്ററും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 577 Newton per meter ആണ്. അപ്പോൾ അതിനെന്ത് ചെയ്യാം, ബൈ 9.8 ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം. കിട്ടുന്നത് 58.8 എന്നായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ സെക്ഷൻ. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം എഴുതി വെക്കാം. ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്? ക്രോസ് സെക്ഷണൽ ഏരിയ 7485 millimeter square. ഹൈറ്റ് ഓഫ് ദ കോളം, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സെക്ഷൻ്റെ ഇതാണ് ഹൈറ്റ് ഓഫ് കോളം സെക്ഷൻ. ISHB 300 എന്ന് പറഞ്ഞാൽ 300 mm ആയിരിക്കും അതിൻ്റെ എച്ച്. ഓക്കെ, പിന്നെ വേണ്ടത് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ബിയും തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് TF, തിക്നെസ് ഓഫ് വെബ്. ഇതെല്ലാം എഴുതി വെക്കാം. അതിനുശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഫൈൻഡ് ദ ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. അത് നമുക്ക് 0.45 FCK എന്ന് പറഞ്ഞത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. 20 MPa ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 MPa ആണെന്ന്. അതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ദ ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ്. ഓക്കെ, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഫൈൻഡ് ദ റിക്വയർഡ് ഏരിയ ഓഫ് ബേസ് പ്ലേറ്റ്. ഏരിയ ഓഫ് ബേസ് പ്ലേറ്റ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു ഫാക്ടേർഡ് ലോഡ് ഡിവൈഡഡ് ബൈ ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. സോ 1000 kilonewton ആണ്. അപ്പോൾ അത് ഇൻറ്റു 10 ക്യൂബ് ചെയ്യാം. ബിയറിംഗ് സ്ട്രെങ്ത് 9 Newton per mm സ്ക്വയറിലാണ് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി, ഒരു വാല്യൂ കിട്ടി. അതാണ് നമുക്ക് റിക്വയർഡ് ഏരിയ. അത്രയും ഏരിയ എങ്കിലും വേണം. ഇനി നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ഫിക്സ് ദ സൈസ് ഓഫ് ദ ബേസ് പ്ലേറ്റ് സച്ച് ദാറ്റ് ബോത്ത് സൈഡും പ്രൊജക്ഷൻ സെയിം വരുന്ന രീതിയിൽ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സെക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ H എന്ന് പറയുന്നത് 300ഉം വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് B എന്ന് പറയുന്നത് 250 ആണെന്ന് നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടി. അപ്പോൾ രണ്ട് സൈഡിലും പ്രൊജക്ഷൻസ് കൊടുത്താൽ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 300 + 2AM, ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 250 + 2A എന്നും കിട്ടും അല്ലേ? അപ്പോൾ therefore ഏരിയ ഓഫ് ദ ബേസ് പ്ലേറ്റ് L × B is equal to 300 + 2A × 250 + 2A. ഇതിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്യാം. സിമ്പിൾ മാത്സ് വെച്ചിട്ട് സോൾവ് ചെയ്യാം. അതിൽ നിന്ന് A is equal to 29. It is approximately equal to കുറച്ച് ഹയർ വാല്യൂ എടുക്കാം. ടേക്ക് ഇറ്റ് as 30 mm. അപ്പോൾ അത് പ്രൊജക്ഷനാണ്. അപ്പോൾ ആ പ്രൊജക്ഷൻസും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ലെങ്ത് 360 mm²ഉം ടോട്ടൽ വിഡ്ത്ത് 310 mm² കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ലെങ്ത് ഓഫ് ബേസ് പ്ലേറ്റും വിഡ്ത്ത് ഓഫ് ബേസ് പ്ലേറ്റും. ഓക്കെ, വിഡ്ത്ത് എത്രയാണ്? 310. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആക്ച്വൽ ഏരിയ നോക്കാം. ആക്ച്വൽ ഏരിയ is equal to 1,11,600 mm². It is greater than required area. Hence ഏരിയ ഓക്കെ ആണ്. അപ്പോൾ ആക്ച്വൽ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഫൈൻഡ് ദ ആക്ച്വൽ ബിയറിംഗ് പ്രഷർ. ആക്ച്വൽ ബിയറിംഗ് പ്രഷർ എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? ബിക്കോസ് വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ആക്ച്വൽ ബിയറിംഗ് പ്രഷർ ഇൻ ദ ഇക്വേഷൻ ടു ഫൈൻഡ് ദ തിക്നെസ് ഓഫ് ബേസ് പ്ലേറ്റ് അല്ലേ?
അപ്പം ഡബ്ല്യു കണ്ടുപിടിക്കാം. ഈ സ്റ്റെപ്പ് മറക്കണ്ട. ഈ സ്റ്റെപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആക്ച്വൽ ബിയറിംഗ് പ്രഷർ കണ്ടുപിടിക്കാം. 8.96 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് കിട്ടും. എന്താ ചെയ്യുന്നത്, ഫാക്ടർഡ് ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആക്ച്വൽ ബിയറിംഗ് പ്രഷർ കിട്ടും. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ദ ഇക്വേഷൻ ഹിയർ substitute A is equal to 30 mm and B is also 30 mm. തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇക്വേഷൻ നമുക്ക് കോഡെന്ന് കിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിൽ നമുക്കൊരു വാല്യൂ കിട്ടി, 7.88 mm എന്ന് കിട്ടി. ദിസ് ഈസ് ദ മിനിമം തിക്നെസ് ഓഫ് ബേസ് പ്ലേറ്റ് ഇക്വേഷൻ വെച്ച് കിട്ടിയത്. ബട്ട് ദിസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ഓഫ് ദി ഐ സെക്ഷൻ അല്ലെങ്കിൽ കോളം സെക്ഷൻ. അതെത്രയാണ്, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് 10.6 mm ആണ് അല്ലേ. പക്ഷെ നമുക്ക് കിട്ടിയ വാല്യൂ കുറവാണ്. therefore our thickness of base plate should be more than TF. so provide TF value more than 10.6. we have selected as 12 mm. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊത്തം ഡയമെൻഷൻസും ആയി, ലെങ്ത്ത് വിഡ്ത്ത് അതുപോലെ തിക്നെസ്സും ആയി. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് കണക്ഷൻസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ബേസ് പ്ലേറ്റ് ഫൗണ്ടേഷൻ, ബേസ് പ്ലേറ്റിൻ്റെ ഫൗണ്ടേഷനിലേക്ക് 4 ബോൾസ് 20 mm ഡയാൻ 300 mm ആങ്കർ ബോൾസ്. അതിനുശേഷം ബേസ് പ്ലേറ്റിൽ നിന്ന് കോളത്തിലേക്കുള്ള കണക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വെൽഡഡ് കണക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ വെൽഡ് ലെങ്ത്. ഓക്കെ, ഇവിടെ ക്ലീറ്റ് ആംഗിളിൻ്റെ ആവശ്യമില്ല. സോ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഫൈൻഡ് ദ ടോട്ടൽ ലെങ്ത് അവൈലബിൾ. എത്ര ലെങ്ത്ത് വെൽഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ്, നമ്മുടെ ഐ സെക്ഷൻ്റെ ചുറ്റുമുള്ള ഈ ലെങ്ത്താണ്, അത് കണ്ടുപിടിക്കുക. നമ്മളതിൽ ഡയമെൻഷൻസ് എല്ലാം ഉണ്ട് അല്ലേ, എച്ച്, ബി എഫ്, ടി എഫ്, ടി ഡബ്ല്യു എല്ലാ വാല്യൂസും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ടോട്ടൽ ലെങ്ത് അവൈലബിൾ കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്ക് റിക്വയർഡ് ലെങ്ത്, ഈ നമുക്ക് ആ വരുന്ന ലോഡിനെ താങ്ങാൻ വേണ്ടിയിട്ട് എത്ര ലെങ്ത് ഓഫ് വെൽഡ് ഈസ് റിക്വയർഡ് എന്ന് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് എന്താ, stresses in the weld design stress in the weld is equal to FU by √3 gamma mW അല്ലേ. FU 410 gamma mW 1.25 ആണ് എടുത്തത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി, 189 കിട്ടി. അപ്പോൾ നമുക്കറിയാം വെൽഡ് സ്ട്രെങ്ത് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഡിസൈൻ സ്ട്രെസ് മൾട്ടിപ്ലൈഡ് ബൈ എഫക്റ്റീവ് ഏരിയ ചെയ്താൽ അല്ല, സ്ട്രെസ് മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വെൽഡ് കപ്പാസിറ്റി കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വെൽഡ് കപ്പാസിറ്റി എടുക്കുന്നത് നമ്മുടെ ആ ഫാക്ടേർഡ് ലോഡാണ്. ഫാക്ടേർഡ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മുടെ വെൽഡ് കപ്പാസിറ്റി എടുക്കുന്നത്. അപ്പോൾ അതിന് എഫക്റ്റീവ് ഏരിയ വേണം. എഫക്റ്റീവ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫോർ വെൽഡ് എഫക്റ്റീവ് ഏരിയ ഈസ് ഈക്വൽ ടു LW എഫക്റ്റീവ് ലെങ്ത് ഇൻറ്റു എഫക്റ്റീവ് തിക്നെസ്, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് വെൽഡ് ഇൻറ്റു എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ആണ് അല്ലേ. അപ്പോൾ ഹിയർ എന്തായിരിക്കും, ഫില്ലറ്റ് വെൽഡാണ്. അപ്പോൾ ഫില്ലറ്റ് വെൽഡ് ആയതുകൊണ്ട് അവിടെ എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് T എന്ന് പറയുന്നത് K ഇൻറ്റു S ആണ് അല്ലേ. K ഇൻറ്റു S ആണ് എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്സിൻ്റെ ഇക്വേഷൻ. K is equal to 0.7 ആയിരിക്കും അല്ലേ. ഒരു ലാപ്പ് ജോയിൻറ്റ് പോലെയാണ് ഇവിടെ അല്ലേ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മുടെ K വാല്യൂ 0.7 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് LW അങ്ങനെ തന്നെ ആക്കാം, 0.7 ഇൻറ്റു S അങ്ങനെ തന്നെ ആക്കാം. നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് സൈസ് പ്രൊവൈഡ് ചെയ്താൽ അത്ര ലെങ്ത്ത് കാണണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഇതാണ്, നമ്മുടെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ലെങ്ത് ഓഫ് വെൽഡ്. അപ്പോൾ എഫക്റ്റീവ് ഏരിയ ഇൻറ്റു ഡിസൈൻ സ്ട്രെസ് ഈക്വൽ ടു ഫാക്ടേർഡ് ലോഡ്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സപ്പോസ് വി ആർ പ്രൊവൈഡിങ് 6 mm വെൽഡ്, സൈസ് S പ്രൊവൈഡ് ചെയ്യുന്നത് 6 mm വെൽഡാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ then we will get LW is equal to 1257. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. നമ്മളെ അവൈലബിൾ ലെങ്ത് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവൈലബിൾ ലെങ്ത് 1542 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 6 mm വെൽഡ് കൊടുത്താൽ നമുക്ക് എത്രയാണോ ലെങ്ത് കിട്ടുന്നത്, ഇത് അതിനേക്കാളും കുറവ് വരണം അല്ലേ. റിക്വയർഡ് ലെങ്ത്തിനേക്കാളും കുറവാണ് കിട്ടേണ്ടത്. 6 mm വെൽഡ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 1257. മറ്റേനേക്കാളും കുറവാണ്, റിക്വയർഡിനേക്കാളും കുറവാണ്. സോ ഇറ്റ് ഈസ് ഓക്കെ.
അല്ലേ, നമുക്ക് ഇത്രയും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതല്ല ഇപ്പോൾ നമുക്ക് കിട്ടിയ റിക്വയർഡ് ലെങ്ത് കുറച്ചുകൂടെ കൂടുതൽ ഹയർ വാല്യൂ ആണെങ്കിൽ നമുക്ക് അവൈലബിളിനേക്കാളും കൂടുതലാണ് നമുക്ക് റിക്വയർഡ് ലെങ്ത് വരുന്നത് അല്ലേ, ഇത് ഹയർ വാല്യൂ ആണെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യാം, വിൽ ഗിവ് എ ഹയർ വാല്യൂ ഓഫ് എസ്, ഒരു 8 mm വെൽഡ് കൊടുത്താൽ LWയുടെ വാല്യൂ കുറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഫൈനൽ ഫിഗർ ഒന്നുകൂടെ വരക്കാം. ഷോയിങ് ദ വിഡ്ത്ത്, ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഇതിലിപ്പോൾ തിക്നെസ് കൊടുക്കണമെന്നില്ല, ടോപ്പ് വ്യൂ ആയതുകൊണ്ട് ബാക്കി വെച്ചിട്ടൊരു ഫിഗർ വരക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസൈൻ ഓഫ് സ്ലാബ് ബേസ്.